അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 6ാമത്തെ പാഠം നമ്മൾ വായിക്കുകയാണ്. സ്വല്ലത്ത് ഫി ഖബരിഹ വ ഖറഅത്ത് ഫി. അവർ അവരുടെ ഖബറിൽ നമസ്കരിക്കുകയും അതിൽ ഖുർആൻ ഓതുകയും ചെയ്തിരുന്നു. ഇത് ജീവിതകാലത്ത് ഓതിയതാണ്. ഖബർ സാധാരണ മനുഷ്യന് മരിച്ചിട്ടാണ് ഖബർ ഉണ്ടാക്കൽ, മറവ് ചെയ്യലൊക്കെ. പക്ഷേ നഫീസത്തുൽ മസിരിയ റളിയല്ലാഹു അൻഹ തൻ്റെ ജീവിതാവസാനത്തിൽ തനിക്ക് വേണ്ട ഖബർ തൻ്റെ വീട്ടിൽ കുഴിച്ചു. എന്നിട്ട് ആ ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു. ആ ഖബറിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതി കേട്ടോ. അതാണ് ആ പറഞ്ഞത്. ചരിത്രത്തിലെ വിഷയത്തിലേക്ക് പോകാം. സമിഅ അഹ്ലു മിസ്റ ബിഖുദൂമി സയ്യിദത്തി നഫീസത്തുൽ റഹിമഹുല്ലാ തആല ഇലാ ബിലാദിഹിം. ഈജിപ്തിലെ ജനങ്ങൾ സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ തങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന വിവരം കേട്ടറിഞ്ഞു. ഫഫരിഹു ബിദാലിക ഫറഹൻ ഷദീദൻ വഖറജു യതലഖൗനഹ. അത് കേട്ടവർ അത്യധികം സന്തോഷിക്കുകയും അവരെ സ്വീകരിക്കാൻ പുറപ്പെടുകയും ചെയ്തു. ഫഖദ് കാന ലഹാ ദിക്റുൻ ഷായിഉൻ ഇൻദഹും ബിതഖ്വാഹ വഇബാദതിഹ വകറാമതിഹ. അവരുടെ തഖ്വ, ആരാധന, കറാമത്ത് എന്നിവ കാരണമായി ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ പ്രശസ്തി ഉണ്ടായിരുന്നു. അസ്സയ്യിദത്തു നഫീസത്തുൽ മിസ്രിയ ബിൻതുൽ ഹസനിൽ അൻവരി മിൻ നസ്ലി സയ്യിദുൽ ഹസൻ ഇബ്നു അലി. സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സയ്യിദ് ഹസൻ ഇബ്നു അലിയുടെ പരമ്പരയിൽ ഹസനുൽ അൻവറിൻ്റെ മകളാണ്. അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഹസനുൽ അൻവർ എന്ന മഹാന്റെ മകളാണ് സയ്യിദ നഫീസത്തുൽ മിസ്രിയ. വുലിദത് ബി മക്കത്തുൽ മുകറമത സനത 145 വനശഅത് ബിൽ മദീനതി ഫിൽ ഇബാദതി വസ്സഹാദ. ഹിജറ 145 മക്കത്തുൽ മുകറമയിൽ വെച്ച് അവർ ജനിച്ചു. മദീനയിൽ വെച്ച് ആരാധനയിലും ഭൗതിക വിരക്തിയിലുമായാണ് അവർ വളർന്നത്. അസ്ബഹത് കുല്ല യൗമിൻ സ്വായിമ വബാതത് കുല്ല ലൈലത്തിൻ ഖായിമ. അവർ എല്ലാ ദിവസവും നോമ്പുകാരിയായും എല്ലാ രാത്രിയും നിസ്കരിക്കുന്നവരും ആയിരുന്നു. വഹജ്ജത്ത് 30 ഹജ്ജ. അവർ 30 തവണ ഹജ്ജ് നിർവഹിച്ചു. വകാനത്തി സയ്യിദത്തു ഹാഫിളതൻ തഹ്ഫളുൽ ഖുർആന വതഫ്സീറ. സയ്യിദ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയവരും അതിൻ്റെ തഫ്സീർ അറിയുന്നവരുമായിരുന്നു. വകാന ഖുദൂമുഹ ഇലാ മിസ്റ സനത 193 വകാന മഅഹ ദൗജുഹ. ഹിജറ 193 അവർ ഈജിപ്തിലേക്ക് വന്നത്. അന്ന് ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. فكان الناس يأتون إليها من الآفاق يتبركون بزيارتها. വിവിധ നാടുകളിൽ നിന്ന് ജനങ്ങൾ അവരെ സന്ദർശിച്ച് ബറക്കത്തെടുക്കുമായിരുന്നു. ഹത്താ അളുമൽ അംറു വകസുറൽ ഖൽഖു അലാ ബാബിഹ. അങ്ങനെ കാര്യം വലുതാവുകയും അവരുടെ വാതിൽ ജനത്തിരക്ക് ആയിരിക്കുകയും ചെയ്തു. വാതിൽക്കൽ ആൾക്കാർ കൂടിയിട്ട് ജനത്തിരക്ക് കാരണം ഓരോ വാതിൽക്കൽ ജനത്തിരക്ക് കൂടിപ്പോയി. فأرادت الانتقال إلى الحجاز فشق ذلك على أهل مصر. അവർ ഹിജാസിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിച്ചു.
ഇത് ഈജിപ്തുകാർക്ക് വലിയ പ്രയാസമായി. فطلبوا منها رد الرحيل. നാട്ടുകാർ മിസ്റുകാർ അവരോട് ഈജിപ്തുകാർ അവരോട് ആവശ്യപ്പെട്ടു, എന്തേ? ആ യാത്ര ഒഴിവാക്കാൻ, ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. فصارت نفيسة شاكية من كثرة الناس حيث شغلوها عن أورادها. തൻ്റെ ദിക്റുകളിൽ നിന്നും ഔറാദുകളിൽ നിന്നും ജനത്തിരക്ക് തന്നെ തടസ്സപ്പെടുത്തുന്നതിനെ കുറിച്ച് നഫീസത്തുൽ മിസ്രിയ പരാതിപ്പെട്ടു. وحيث ضاقت بهم الدار فوهب لها أمير مصر دارا واسعة. അവരുടെ വീട് അവർക്ക് തികയാതെ വന്നപ്പോൾ, ഗുഡ്സായപ്പോൾ, മിസ്റിലെ ഈജിപ്തിലെ ഭരണാധികാരി അവർക്ക് വിശാലമായ ഒരു വീട് നൽകി. وعين للناس يومين في الأسبوع فرضيت بذلك وأقامت بمصر. ആഴ്ചയിൽ 2 ദിവസം സന്ദർശിക്കാൻ അദ്ദേഹം സമയം നിശ്ചയിച്ചു സന്ദർശകർക്ക്. അവർ അത് സമ്മതിക്കുകയും ഈജിപ്തിൽ താമസിക്കുകയും ചെയ്തു. അതിനടുത്ത് പറയാം, കാന ഷാഫിഉ റഹിമഹുല്ലാഹു മുതറദ്ദിദൻ ഇലൈഹാ യസ്അലുഹ ദുആ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുകയും അവരുടെ പ്രാർത്ഥന തേടുകയും ചെയ്യുമായിരുന്നു. وكان يرسل إليها واحدا من أصحابه إذا حضر مريضا حتى تدعو له. അദ്ദേഹത്തിന് അസുഖം ബാധിക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തൻ്റെ അനുയായികൾ അസ്ഹാബിൽ നിന്നും ഒരാളെ അദ്ദേഹം അയക്കുമായിരുന്നു. സംഭവം അങ്ങനെ പോട്ടോ, ഇനി ഇറക്കൊരു കാര്യം പറയാം. فلما كان في مرض موته قالت متعه الله بالنظر إلى وجهه الكريم. മരണരോഗം ബാധിച്ചപ്പോൾ, അഥവാ ഈ രോഗത്തിൽ ഇമാം ഷാഫി മരിക്കുമെന്ന് മഹദി മനസ്സിലാക്കിയപ്പോൾ, മരണരോഗം ബാധിച്ചപ്പോൾ അവർ പറഞ്ഞു, മത്ത അള്ളാഹുവിൻ്റെ കരീമായ മുഖം ദർശിക്കുന്നതിലൂടെ അള്ളാഹു തആല അദ്ദേഹത്തിന് സുഖം നൽകട്ടെ. ഇതാണ് ഇപ്പോൾ ഉയർന്നത്, അള്ളാഹിനെ കാണാൻ അള്ളാഹു അവസരം കൊടുക്കട്ടെ. فعلم أن الموت قريب فأمسى الإمام متهيئا للموت وأمسى موصيا بوصايا. മരണം അടുത്തു എന്ന് മനസ്സിലാക്കി ഇമാം ഷാഫിഈ മരണത്തിന് തയ്യാറെടുക്കുകയും വസിയ്യത്തുകൾ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് പറയാണ്. وكانت قد حفرت قبرها بيدها في بيتها فكانت تصلي فيه كثيرا. പാഠത്തിന് ഹെഡിങ്, അവർ സ്വന്തം വീട്ടിൽ തൻ്റെ ഖബർ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിരുന്നു, അതിൽ അവർ ധാരാളമായി നമസ്കരിക്കുമായിരുന്നു. وتقرأ فيه كثيرا حتى ختمت فيه 190 ختمة. അവർ അതിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും അങ്ങനെ 190 ഖുർആൻ ഖത്തം അതിൽ വെച്ച് പൂർത്തിയാക്കുകയും ചെയ്തു. അല്ലാഹുവേ, എന്താ അവസ്ഥ! നമ്മളൊക്കെ ഒരു ജുസു അതുണ്ട് ദിവസത്തിൽ, അല്ല ഒരു ദിവസം ഒരു പേജ് മുടങ്ങാതെ തോന്നുന്ന എത്ര ആളുകളുണ്ടാവും. നമ്മൾ ഓലൊക്കെ പോണ് സ്വർഗത്തേക്കാണ്. ബോധം വേണം മക്കളെ, ബോധം വേണം. മഹാന്മാരെ ചരിത്രം പഠിക്കുന്ന നമ്മളെ ഹൃദയം നന്നാകാനാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെ കൂട്ടുകാരനാക്കണം. പരിശുദ്ധ ഖുർആൻ കൂട്ടുകാരനായാൽ ദുനിയാവത്തെ കൂട്ടുകാരൊക്കെ നമ്മളെ പിരിയും, അല്ലേ? മരണത്തോടുകൂടെ പിരിയും. എത്ര ചങ്കാണെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ പിന്നെ കഴിഞ്ഞ്. എന്നാൽ ഞാനും എൻ്റെ ഖബറിൽ കയറി കിടക്കട്ടെ, ഇത് ഒരു ചങ്കത്തിയും പറയൂല, ഇല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരണപ്പെട്ടാലും ഖുർആൻ അവൻ്റെ കൂടെയുണ്ടേ. ബോധമുള്ള മക്കളെ പ്രതിജ്ഞ എടുക്കണം, ഇൻഷാ അല്ലാഹ് ഖുർആൻ ഞാൻ ഓതും.
ഖുർആൻ ഒരു പേജെങ്കിലും പതിവാക്കിക്കോ, അള്ളാഹു അവസരം തരട്ടെ. പിന്നെ 2 ആക്കാൻ കഴിയും, പിന്നെ 3 ആക്കാൻ കഴിയും, പിന്നെ ജുസ് ആക്കാൻ കഴിയും. പിന്നെ 30 ദിവസം കൂടുമ്പോൾ അതല്ലെങ്കിൽ 40 ദിവസം കൂടുമ്പോൾ ഒരു ജുസ് ഒരു ഖതം തീർക്കാൻ കഴിയും. ഒക്കത്തിന് റബ്ബ് തൗഫീഖ് തരണം ആകട്ടെ. 190 ഖത്തം ഖബർ കടന്നോതി. അതൊക്കെ അവസാനത്തേക്ക് വെച്ച ഖബറാണ്, തുടക്കത്തേക്ക് വെച്ച ഖബറല്ല. فكانت السيدة مريضة في رجب وصار المرض مشتدا في رمضان. റജബ് മാസം മുതൽ സയ്യിദ രോഗിയായി തുടർന്നു. റമളാനിൽ രോഗം കഠിനമായി. അപ്പോഴോ فأمرها الأطباء بالإفطار فقالت منذ 30 سنة أسأل الله أن يتوفاني وأنا صائمة. ഡോക്ടർമാർ അവരോട് നോമ്പ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. അവർ പറഞ്ഞു, 30 വർഷമായി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ നോമ്പുകാരിയായിരിക്കെ മരണം ലഭിക്കണമെന്നാണ്. ഫമഅദല്ലാഹു അൻ ഉഫ്തിർ. അതിനാൽ നോമ്പ് ഉപേക്ഷിക്കുന്നതിൽ നിന്ന് നോമ്പും ഉപേക്ഷിക്കുന്നതിൽ നിന്ന് അള്ളാഹ് എന്നെ കാക്കട്ടെ. ഇല്ലല്ല, ഞാൻ നോമ്പ് മുറിച്ചൂല. അതൊക്കെ ഈമാനാണ് മക്കളെ, ഈമാൻ. فحين احتضرت بدأت تقرأ سورة الأنعام. മരണത്തിൻ്റെ സമയമായപ്പോൾ അവർ സൂറത്തുൽ അൻആം ഓതാൻ തുടങ്ങി. فلما وصلت إلى قوله تعالى قل الله كتب على نفسه الرحمة فاضت روحها الكريمة. അള്ളാഹുവിൻ്റെ വചനമായ നബിയെ പറയുക, അള്ളാഹു തൻ്റെ മേൽ കരുണയെ നിർബന്ധമാക്കിയിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു എന്ന ഭാഗത്ത് എത്തിയപ്പോൾ അവരുടെ പരിശുദ്ധമായ ആത്മാവ് പിടിക്കപ്പെട്ടു, അത് വിട്ടുപിരിഞ്ഞു. വദാലിക സനത 208 ഹിജറ. അത് ഹിജറ 208 അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റഹമുർ-റഹീമീനായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് സർവപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. കടമുള്ളവർക്ക് സലാമത്തിൽ ഗണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഖൈറായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ശിഷ്യന്മാർ, ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മ ശക്തിയും തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാ രംഗത്തും നീ ഉയർത്തണേ അല്ലാഹ്. തളർത്തല്ല റഹ്മാനേ. സാഹിറിൻ്റെ സിഹറിലോ ആലിമിൻ്റെ ദുൽമിലോ അകപ്പെടുത്തല്ല റബ്ബേ. നല്ലവരാക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പ ഉസ്താദുമാരെ കുരുത്തവും പൊരുത്തമുള്ളവരാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.